ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് പൊങ്ങാണ് കേട്ടോ. പൊങ്ങ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് പൊങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത തേങ്ങയിൽ മുള വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു പൊങ്ങ് ഉണ്ടാവും. അതായത് മുള വന്ന തേങ്ങ, സ്പ്രൗട്ടഡ് കോക്കനട്ട് ഇല്ലേ, അതിൽ നിന്നാണ് നമുക്ക് ഈ പൊങ്ങ് കിട്ടുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ഇതിന് വേറെയും പേരുകളുണ്ട്. കോക്കനട്ട് ആപ്പിൾ എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ കോക്കനട്ട് എംബ്രിയോ എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഗ്യാസ്, അതുപോലെ തന്നെ അസിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ശരീരത്തിന് ജലാംശം നൽകാൻ മെയിനായിട്ട് കഴിക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ആൻറ്റി ഓക്സിഡൻറ്റ്സ്, അതുപോലെ തന്നെ വൈറ്റമിൻസ് എല്ലാം ഈ ഒരു പൊങ്ങിലുണ്ട്. ഡയബറ്റീസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതൊരു സമീകൃത ആഹാരമാണ്. ഇത് കേടുവരാതിരിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ കാർബോഹൈഡ്രേറ്റ്സ്, അതുപോലെ തന്നെ വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, സലീനിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യം ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിച്ചവർക്ക് അറിയാൻ പറ്റും, നല്ല പഞ്ഞി പോലെ നല്ല ഫൈബർ കണ്ടൻ്റൊക്കെ ഉള്ള മധുരമുള്ള ഒന്നാണ് കേട്ടോ ഈ പൊങ്ങെന്ന് പറയുന്നത്. നല്ല സോഫ്റ്റാണ്, നല്ല മധുരമാണ്. ഇത് ക്യാൻസറിനെയൊക്കെ തടയാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാതിരിക്കാനായിട്ടും സഹായിക്കും. ഇത് കഴിക്കുന്നതിലൂടെ ഇൻസ്റ്റൻ്റായിട്ട് എനർജി കിട്ടാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമൊക്കെ നന്നായിട്ട് കുറയും. അതേപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇത് കഴിക്കുന്നതിലൂടെ യൂറിനറി ഇൻഫെക്ഷനൊക്കെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് മെയിനായിട്ട് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഫുഡാണ്. ഇത് കഴിക്കുന്നതിലൂടെ നമുക്ക് ക്ഷീണം കുറയുകയും ചെയ്യും. നമ്മൾ ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ട് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സമീകൃത ആഹാരമാണ്. വണ്ണം നമുക്ക് കുറയ്ക്കാൻ പെട്ടെന്ന് പറ്റുകയും ചെയ്യും, ക്ഷീണവും ഉണ്ടാവില്ല. ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. സ്കിന്നിലെ ചുളിവുകളും അതുപോലെ തന്നെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് സ്കിന്നിന് നല്ല ഒരു ഗ്ലോ കിട്ടാനൊക്കെ ഇത് കഴിക്കുന്നതിലൂടെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇതൊരു നല്ല ന്യൂട്രീഷ്യസ് ഫുഡാണ്. അതുപോലെ തന്നെ ഇത് ഉണക്കി പൊടിച്ചിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കേടുവരാതിരിക്കാനായിട്ട് നമുക്ക് ഉണക്കി പൊടിച്ച് യൂസ് ചെയ്യാം, ജ്യൂസ് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കറിയൊക്കെ വെച്ചിട്ട് നമുക്ക് പല ടൈപ്പിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ പ്രകൃതി നമുക്ക് കരിഞ്ഞു നൽകിയ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ ഒരു പൊങ്ങെന്ന് പറയുന്നത്. ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തും ഹെയർ ഫാളും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു പൊങ്ങ് കഴിക്കുന്നതിലൂടെ വളരെ ഹെൽപ്ഫുള്ളാണ് നമുക്ക്. അപ്പോൾ ഇതാ കണ്ടോ, ഈ ഒരു തേങ്ങയിൽ നിന്നാണ് കേട്ടോ പൊങ്ങ് കിട്ടിയിരിക്കുന്നത്. നിറയെ കിട്ടി. ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഈ ഒരു തേങ്ങ ഇതാ വെച്ചതാണ്. അപ്പോൾ ഈ ഒരു തേങ്ങയിൽ ആ ഒരു മുള നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു മുളച്ച തേങ്ങയാണ്, അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പൊങ്ങ് ഉണ്ടായിരുന്നത്. തേങ്ങൻ്റെ അളവ്, ഉള്ളിലുള്ള തേങ്ങൻ്റെ അളവ് കണ്ടോ, അത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു പൊങ്ങായിരിക്കും കൂടുതലായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുക. കണ്ടില്ലേ, തേങ്ങൻ്റെ അളവ് കുറവാണ് നമുക്കിതിൽ കാണുക. അങ്ങനെ മുളച്ച തേങ്ങയിൽ നിന്നാണ് നമുക്ക് ഈ പൊങ്ങ് കിട്ടുന്നത്. അത്രയും ഹെൽത്തിയും യൂസ്ഫുള്ളും ഒക്കെ ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ ഒരു പൊങ്ങെന്ന് പറയുന്നത്. ഇപ്പോൾ പിന്നെ നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് ആണല്ലോ, കാരണം നല്ല ചൂട് സമയം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പം മഴയൊക്കെ ഒരു വിധത്തിൽ നിന്നു, വെയിലൊക്കെയാണ്. അപ്പം നമുക്കിനി തേങ്ങയൊക്കെ ഒന്ന് വെട്ടിപ്പൊളിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്ന് കൊപ്രയാക്കിയിട്ട് നമുക്ക് എണ്ണയൊക്കെ എടുക്കാൻ പറ്റും. അതിനായിട്ടുള്ള ഒരു പരിശ്രമമാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമുക്ക് പൊങ്ങ് കിട്ടിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ.